രവീണ രവീണിന് എത്ര ചായ എത്ര? ആ ആ ഒരു മീഡിയം സ്ട്രോങ്. ഓക്കെ, ലൈറ്റ് അല്ലേ? അതാ ഒന്ന് രണ്ട് കാര്യം മൊബൈലിൽ ഇന്നലെ വന്നേ. അത് പറയാതിരിക്കും, നിങ്ങളത്തല്ലാതെ ഞാൻ പിന്നെ ആരടുത്ത് പോയി പറയും. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, നമ്മളൊക്കെ കുട്ടിക്കാലത്തൊന്നും കാണാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ആലോചിച്ച് നോക്ക്, എൻ്റെ പൊന്നി, കഞ്ചാവ് ഉണ്ടായ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെക്കാളും എന്ത് പിള്ളേരുൾപ്പെടെ എല്ലാവരെയും കഞ്ചാവ്. എൻ്റെ പൊന്നി, ഇനി തോക്ക ബോംബോ കൂടെ പിള്ളേരെ കൈ കിട്ടി എല്ലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താണ് അവസ്ഥ എന്ന്. ഇപ്പം ഇന്നലെ തന്നെ ഒരു 5-6 കേസ് ആണ് പത്രത്തിലും ഇതിലും മൊബൈലിലൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത്. ഒരു നിവർത്തി വേണ്ടാണ്. ഒരു റാഷ്, ഇത് ഏതൊരു തൊടുപുഴ, അവൻ വലിയ വലിയ മൊണ്ണ ആൾക്കാർക്കാണ് ഈ MDMA കൊണ്ട് കൊടുക്കുന്നത്. വലിയ വലിയ ഫിലിം സ്റ്റാർ മറ്റുള്ളവരും മറിച്ചവരൊക്കെയാണ് ലിസ്റ്റിൽ, പോലീസ് പറഞ്ഞാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കേസ് വന്നിട്ട് വേറെ ഏതോ മിഥുൻ എന്നും പറഞ്ഞു ഒരുത്തായി. പിന്നെ അത് കഴിഞ്ഞിട്ട് താമരക്കുളത്തുനിന്ന് ഒരുത്തൻ, അവൻ്റെ പേര് ഹസ്കറാണ് അവൻ പേര്, ഹസ്കർ. താമരക്കുളത്ത് അവൻ ഏകദേശം 2.8 ഗ്രാം 5 ഗ്രാം ഇവരെല്ലാം ഈ ഗ്രാം കണക്കിന് വാങ്ങിച്ച് പിള്ളേരുൾപ്പെടെ ഉള്ളവരെല്ലാം കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് വിശ്വസിച്ച് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടും? ആലോചിച്ച് നോക്കി എൻ്റെ പൊന്നി. അതിൻ്റെ ഇടയിലാണ് ഈ രാഷ്ട്രീയക്കാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യത്തിൽ എന്നെ കുട്ടിയെന്ന് വിളിച്ച്, എന്നെ പെട്ടിയെന്ന് വിളിച്ച് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. കുട്ടിയെ മാത്രമേ കാണുന്നുള്ളൂ മാങ്കൂട്ടത്തിലെന്നും. മറ്റേ PM ശ്രീ പദ്ധതി ഒപ്പിട്ടല്ലേ, കേന്ദ്രത്തെ കുറേ നേരം കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്നു. ഇപ്പം അമ്മമാർ തന്നെ തമ്മിലടി, CPIM കൂടെ. എന്ത് പറയാനെന്ന്, എന്തടാ പൊന്നി. എനിക്ക് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ ശരി, വട അണ്ണാ അതാണ് ചായ കുടിക്കും. ഓക്കെ, വട കൂടെ എടുക്കുകയാണ്. വട എന്തെങ്കിലും കൂടെ എടുത്ത് തിന്നി. നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ തീ പിടിച്ച വിലയാണ് കേട്ടോ. സാധനങ്ങൾക്ക് ചില്ലറ വിലയല്ല. നിങ്ങളെ വല്ലതും തിന്ന് സഹായിച്ചാലേ നമ്മൾ നാളെയും കാണുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലതും ചെന്ന് കടം കയറി പെരുത്ത് ആത്മഹത്യയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഒരു KSFE-യിൽ ഒരു ഡ്രൈവർ, നമ്മൾ ആര്യനാട്ട് ലോൺ എടുത്തിട്ട് ചെന്നപ്പോഴത്തേക്ക് അവൻ്റെ രേഖ കൊടുക്കൂല. എന്ത് പറയാനാണ് പറഞ്ഞാൽ, വീട്ടിൽ കയറി ഇന്നലെ എന്തോ കൊല്ലത്ത് ചെന്ന് ഇതിൻ്റെ നമ്മുടെ ലോൺ എടുത്തിട്ട് കേരള ബാങ്ക് മുഖ്യമന്ത്രി പറഞ്ഞാണ് നിന്ന് വീട്ടിൽ കയറി ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോഴാണ് നമ്മളെ സഹകരണ ബാങ്ക്. എന്ത് പറയാൻ, ഈ സഹകരണ ബാങ്കുകാരന്മാർ ഇന്ന് വീട് പൊളിച്ച് അകത്ത് നിന്ന്, പിന്നെ ഉള്ളത് പറയണമല്ലേ, ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേട്ടാ, പുറത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അവർക്ക് അറിയാം ആരെങ്കിലും ചെന്ന് വെട്ടി തുറക്കുമെന്ന്. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് അവർ ചെന്നപ്പോൾ മഴയാണെങ്കിൽ ചെന്ന പിള്ളേർക്ക് ഇത്തിരി ചൂടാക്കി കഴിച്ചാൽ മതി, ആ രീതിയിൽ കൊണ്ട് വെച്ച്. അതിന് നമുക്ക് അവരുടെ അടുത്ത് നന്ദി പറയണം കേട്ടാ. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താണെങ്കിലും പുറത്തിരുന്ന ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചല്ലോ. അപ്പം അങ്ങനെയാണ് കേസ്. പിന്നെ ഇപ്പുറത്ത് കുണു എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ്. അങ്ങനെ നമ്മളതിലൊന്നും നോക്കണ്ട, നമ്മളെ ജീവിതോപാധിയല്ലേ ഇതൊക്കെ. ഈ പിള്ളേരെ നമ്മൾ എന്ത് വിശ്വസിച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിലോട്ട് അയക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹസ്കർ, റഷീദ്, ഈ മിഥുൻ, ഇവന്മാർ MDMA കൊണ്ട് കിടന്ന് വിൽക്കുകയാണ്. ഇനി എല്ലാം അമ്പലപ്പറമ്പിൽ മറ്റേ പെട്ടിയിലൊക്കെ കൊണ്ട് കിടന്ന് മറ്റേ കപ്പൽഡി എന്ന് പറയുമ്പോൾ വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഇതിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോലീസ് ഊർജിതമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്ന് ചക്കരെ ആകെ പ്രശ്നം. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പിള്ളേരെയൊക്കെ വിടുന്ന സമയത്ത് മക്കളൊക്കെ ഒത്തിരി, അപ്പം നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പിള്ളേർ പിടുത്തക്കാർ. ഇപ്പോൾ പിള്ളേർ പിടുത്തക്കാരല്ല, പിള്ളേർ ഉൾപ്പെടെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്, കച്ചവടം പിടിക്കാൻ. എന്ത് പറയും, നമുക്ക് ഒന്നും പറയാനില്ല. കുടിക്കും തരാം. ഇതും കൂടെ പറഞ്ഞോട്ടെ, ഇതും കൂടെ പറഞ്ഞു. നിങ്ങളെ ഉൾപ്പെടെയുള്ള നേട്ടത്തിന് വേണ്ടി തന്നെയാണ് പറയണത്. നമ്മളെ പിള്ളേർ ഉൾപ്പെടെ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കട്ടെ, നമ്മളെ ഏത് വാക്കിനോട് പോകണമെന്ന്. അപ്പോൾ ശരി, പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ശരിയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.